പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. സ്വകാര്യതാ ലംഘനത്തിന് റിപ്പോർട്ടർ ചാനലിനെതിരെ മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തുമായി WCC. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ പുറത്തുവിട്ടത് കോടതി വിധി ലംഘിച്ചാണ് എന്ന് കത്തിൽ WCC പറയുന്നു. സ്വകാര്യത മാനിക്കണം എന്ന കോടതി നിർദ്ദേശം ലംഘിച്ചുവെന്നും ചാനൽ നടത്തിയത് സ്വകാര്യതയ്ക്കെതിരായ കടന്നാക്രമണമാണ് എന്നും കത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും WCC ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്താണ് WCC മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ പറയുന്ന കാര്യങ്ങൾ? വേണു, ഹൈക്കോടതിയും സംസ്ഥാന സർക്കാരുമെല്ലാം നേരത്തെ വ്യക്തമാക്കിയതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ ആളുകളുടെ പേരോ അവരെ അടയാളപ്പെടുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങളും പുറത്തു വരില്ല എന്ന്. അതാദ്യം സർക്കാർ പറഞ്ഞു, പിന്നാലെ അത് കോടതി അത്തരത്തിലൊരു ഉത്തരവായി തന്നെ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമക്ഷത്തിൽ ലഭ്യമായി തുടങ്ങിയത്. പക്ഷേ നിലവിൽ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത അത് ഒരല്പം ആശങ്ക WCCക്ക് ഉണ്ടാക്കുന്നു. ആ വാർത്തയിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമുണ്ട്. ഈ മൊഴി നൽകിയ ആളുകളെ അടയാളം അല്ലെങ്കിൽ അവരിലേക്ക് എത്തുന്ന തരത്തിലുള്ള അടയാളങ്ങൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ WCC മുഖ്യമന്ത്രിക്കൊരു തുറന്ന കത്ത് എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ തടയുന്നതിന് വേണ്ടിയുള്ള അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇത് ഈ പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് ഒപ്പം എന്ന തരത്തിലുള്ള പ്രതീതി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും എന്നാണ് WCC ഈ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം ചില സംശയങ്ങളും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അതായത് സർക്കാർ പോലും വേണ്ടാന്ന് വെച്ച അല്ലെങ്കിൽ കോടതി പോലും കർശനമായ നിർദ്ദേശം നൽകിയ ഒരു റിപ്പോർട്ടിൽ മേൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടറിലൂടെ പുറത്തു വന്ന വാർത്ത അത് കാര്യമായി തന്നെ ചില സംശയങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ലോകത്തിന് അതായത് ഈ മൊഴി നൽകിയ ആളുകളെ തിരിച്ചറിയാൻ പാകത്തിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന പ്രതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരായ സ്ത്രീകളുടെ ജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. അത് ഇത്തരത്തിലുള്ള അതിജീവിതരുടെ പിന്നോട്ടടിക്കുന്നതിന് കൂടി വഴിവെക്കും എന്നാണ് ഈ കത്തിൽ വ്യക്തമാക്കുന്നത്. ഒരു പക്ഷേ നേരിട്ട് തന്നെ WCC മുഖ്യമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നടി ആയ രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതായത് താൻ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ പകർപ്പും അത് ഒരു തരത്തിൽ തൻ്റെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിലും ഉണ്ടാകരുത് എന്ന സമാനമായ ആവശ്യം ഉന്നയിച്ച അവർ കോടതിയെ സമീപിക്കുകയും കോടതി അതിൽ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ അത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് റിപ്പോർട്ടർ ചാനലിലൂടെ ഈ മൊഴി നൽകിയ ആളെയും അതോടൊപ്പം തന്നെ ആർക്കെതിരെയാണോ മൊഴി നൽകിയത് അവരെയും അവരുടെ ഐഡന്റിറ്റി എല്ലാം വെളിപ്പെടുത്തുന്ന തരത്തിൽ പേര് പറഞ്ഞില്ല എങ്കിൽ കൂടി അത്തരം വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതിനെതിരെയാണ് നിലവിൽ WCC ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്താണ് ഇനി സ്വീകരിക്കേണ്ടത്. വേണു. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.